ഇന്നൊരു സിനിമ കാണുമ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളോളം നമ്മൾ പ്രാധാന്യം നൽകുന്ന മറ്റൊരു ഘടകം അതിൻ്റെ ശബ്ദ സംവിധാനമായിരിക്കും. ഉപയോഗിക്കുന്ന സൗണ്ട് സിസ്റ്റങ്ങളിലെ പോരായ്മകൾ പലപ്പോഴും ചിത്രത്തെ തന്നെ മോശമായി ബാധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിഷ്വൽ എഫക്ട്സുകളിൽ എന്നോണം സൗണ്ട് എഫക്ട്സുകളിലും അനുദിനം പുതിയ മാറ്റങ്ങൾ പരീക്ഷിക്കപ്പെടുന്നത്. എന്നു മുതലാണ് ചിത്രങ്ങൾ മിണ്ടിത്തുടങ്ങിയത്? അല്ലെങ്കിൽ എന്നു മുതലാണ് ചിത്രങ്ങൾക്കൊപ്പം ശബ്ദവും ഒഴിച്ചുകൂടാതായത്? അലൻ ക്രോസ്ലാൻഡ് സംവിധാനം ചെയ്ത് 1927 പുറത്തിറങ്ങിയ ദ ജാസ് സിംഗറാണ് ആദ്യ സംസാര ചിത്രമായി അറിയപ്പെടുന്നത്. എന്നാൽ ചരിത്രത്തിനും പുറകിൽ നിന്ന് പറയാനാണല്ലോ നമ്മൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ദ ജാസ് സിംഗറിനും പുറകിലേക്ക് നമുക്കൊന്ന് പോകാം. ആദ്യകാലങ്ങളിൽ ചലച്ചിത്രങ്ങൾക്ക് ആവശ്യമായ ശബ്ദം ഉൾപ്പെടുത്തിയിരുന്നത് പ്രദർശനത്തിനോടൊപ്പം സംഗീതോപകരണങ്ങൾ വായിച്ചും അതുപോലെ തന്നെ വാമൊഴിയായി രംഗങ്ങൾ വിശദീകരിച്ചുമൊക്കെയായിരുന്നു. പക്ഷേ അത്തരം കാര്യങ്ങൾ പലപ്പോഴും വലിയ ചെലവാണ് വരുത്തിവെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ചിത്രങ്ങൾക്ക് ശബ്ദം അന്യമായി. ചലച്ചിത്രത്തിനൊപ്പം ശബ്ദം ചേർക്കുക എന്ന ചിന്ത ആദ്യമായി മുന്നോട്ട് വെച്ചത് ആരാണ് എന്ന് വ്യക്തമല്ല. എന്നാൽ ആ മേഖലയിൽ ആദ്യമായി പരീക്ഷണങ്ങൾ നടത്തുന്നത് 1890 വില്യം കെൽ ഡിക്സൺ ആണ്. ഡിക്സൺ നിർമ്മിച്ച കൈനറ്റോഫോണാണ് ആദ്യ സൗണ്ട് സിസ്റ്റമായി കണക്കാക്കപ്പെടുന്നത്. താൻ നിർമ്മിച്ച സൗണ്ട് സിസ്റ്റത്തിനായി അദ്ദേഹം ഒരു ഹ്രസ്വ ചിത്രവും നിർമ്മിച്ചിരുന്നു. എന്നാൽ ആ സംവിധാനം ഉപയോഗിച്ച് ചിത്രീകരിച്ച ഒരേ ഒരു ചിത്രവും അതായിരുന്നു. നിശബ്ദത ചലച്ചിത്രത്തിന്റെ ഭാഗമാണെന്ന് വിശ്വസിച്ചതുകൊണ്ടോ തിയേറ്ററുകളിൽ പ്രേക്ഷകർ നിശബ്ദത ശീലിച്ചതുകൊണ്ടോ എന്താണെങ്കിലും കുറച്ച് വർഷങ്ങൾക്ക് സിനിമയ്ക്കൊപ്പം ശബ്ദം എന്ന ആശയത്തിന് വലിയ പ്രാധാന്യം ലഭിച്ചില്ല. പക്ഷേ അപ്പോഴും വലിയ ജനപ്രീതിയോടുകൂടി നിശബ്ദ ചിത്രങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. 1926 അലൻ ക്രോസ്ലാൻഡ് സംവിധാനം ചെയ്ത ഡോൺ ജുവാൻ ആണ് ആദ്യമായി സൗണ്ട് ആൻഡ് മ്യൂസിക് എഫക്റ്റ് ഉപയോഗിച്ച് നിർമ്മിച്ച ചിത്രം. ബീറ്റ സൗണ്ട് സിസ്റ്റത്തിൽ നിർമ്മിച്ച ഈ ചിത്രത്തിൽ പക്ഷേ ഡയലോഗുകൾ ഉണ്ടായിരുന്നില്ല. ഇനി ചരിത്രത്തിലേക്ക് വരാം. 1927 ദ ജാസ് സിംഗർ. അലൻ ക്രോസ്ലാൻഡ് തന്നെയാണ് ഈ ചിത്രവും നിർമ്മിച്ചിരിക്കുന്നത്. ചരിത്രത്തിലെ ആദ്യ സംസാര സിനിമ എന്നറിയപ്പെടുന്ന ദ ജാസ് സിംഗറിൽ ആകെ 281 വാക്കുകളാണ് ഉണ്ടായിരുന്നത്. ചിത്രം വലിയ വിജയമായിരുന്നു അക്കാലത്ത് നേടിയിരുന്നത്. ചിത്രത്തിന്റെ വിജയത്തോടുകൂടി അക്കാലം വരെ നിലനിന്നിരുന്ന ഒരു നിശബ്ദ യുഗം അവിടെ അവസാനിക്കുകയായിരുന്നു. പ്രൊജക്ടറിന്റെ അതേ മോട്ടോർ ഉപയോഗിച്ച് ശബ്ദത്തെ ചേർക്കുന്ന സൗണ്ട് ഓൺ ഡിസ്ക് എന്ന സംവിധാനം വികസിപ്പിച്ചതോടുകൂടി കൂടുതൽ നിർമ്മാതാക്കൾ ചലച്ചിത്രത്തിൽ ശബ്ദം പരീക്ഷിച്ചു തുടങ്ങി. എന്നാൽ അത്രയും കാലം നിശബ്ദ ചിത്രങ്ങൾ മാത്രം കണ്ടു ശീലിച്ച പ്രേക്ഷകർ ഈ മാറ്റം എങ്ങനെ സ്വീകരിക്കും എന്ന് അപ്പോഴും അവർ സംശയിച്ചിരുന്നു. പക്ഷേ ചിത്രത്തോടൊപ്പം ശബ്ദവും ചേരുന്ന ആ പുതിയ അനുഭവം പ്രേക്ഷകർ ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. ലോക ചലച്ചിത്ര മേഖല ഒരു പുതിയ യുഗത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഇന്ന് ഇന്ത്യയിൽ ചലച്ചിത്രങ്ങൾ മൗനം വെടിയാൻ വീണ്ടും കുറെ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. ആ കാത്തിരിപ്പിന് ഒരു വിരാമമാകുന്നത് 1931 മാർച്ച് 14 അതെ, ഇന്ത്യയിലെ ആദ്യ ശബ്ദചിത്രം പിറവിയെടുക്കുന്നു.